കേരളത്തിലെ ഏത് ബൂത്തിൽ ചെന്നാലും 4 പേരെയെങ്കിലും പേര് ചൊല്ലി വിളിക്കുവാൻ ബന്ധമുണ്ടായിരുന്ന ജനകീയ നേതാവ്, ജനസാമീപ്യം ഊർജമാക്കിയിരുന്ന പൊതുപ്രവർത്തകൻ, ജനം നൽകുന്ന സ്ഥാനം ജനസേവനത്തിനെന്ന തിരിച്ചറിവുണ്ടായിരുന്ന, സ്ഥലകാല പ്രായ ഭേദമന്യേ ആർക്കും പേര് ചൊല്ലി വിളിക്കാമായിരുന്ന ഒരേ ഒരു നേതാവ് ഉമ്മൻചാണ്ടി. വർത്തമാനകാല വരുംകാല പൊതുപ്രവർത്തകർക്ക് പാഠപുസ്തകമാക്കാവുന്ന, പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലോകത്തേറ്റവും കൂടുതൽ ദൂരം റോഡ് മാർഗം സഞ്ചരിച്ച നേതാവ് ഉമ്മൻചാണ്ടി. തന്നെ എറിഞ്ഞവരെയും തന്നെ എതിർത്തവരെയും ആക്ഷേപ ശരങ്ങൾ ഉന്നയിച്ചവരെയും പുഞ്ചിരി കൊണ്ട് നേരിട്ട കേരളത്തിൻ്റെ മദർ തെരേസ. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനം ജൂലൈ 18 രാവിലെ 7:30 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനങ്ങളും, 8 മണ്ഡല അടിസ്ഥാനത്തിൽ അനുസ്മരണ റാലികളും പുഷ്പാർച്ചനയും, 9 പുതുപ്പള്ളി പള്ളിയിലെ ഓർമ്മ കുർബാനയ്ക്ക് ശേഷം കബറിങ്കൽ ധൂപപ്രാർത്ഥനയും പ്രഭാത ഭക്ഷണവും, തുടർന്ന് അനുസ്മരണ സമ്മേളനം കേരളത്തിന്റെ ബഹുമാന്യനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട 3000-ഓളം കുട്ടികൾക്ക് 30 ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കോട്ടയം മാമ്മൻ മാപ്പിള ഹാളിൽ 3 മണിക്ക് ചേരുന്ന KPCC പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പരിപാടികൾക്ക് അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA നേതൃത്വം നൽകും. ഉമ്മൻചാണ്ടി സ്നേഹിച്ചിരുന്ന, ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാ സുമനസ്സുകളെയും ഈ പരിപാടികളിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു.